എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. പലപ്പോഴും ഇതെല്ലാം രാധികയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അകറ്റിക്കൊണ്ടിരുന്നു. രാധിക നല്ല കുട്ടിയാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ പോരെ. അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങേരെ തല്ലിയപ്പുണ്ടല്ലോ, എന്റെ കാലം അന്ന് തരിച്ചു വന്ന ഒറ്റ ചവിട്ട് കൂട്ടാൻ. വൃത്തികെട്ട തള്ള. അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാമ്പോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ചാക്കിലും കെട്ടി അവരെ വല്ലവരുടെ കെട്ടിടം പണിയിനടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്തിങ്ങനെ ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലക്കടിക്കുമല്ലോ, അതിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞെക്കി അവരുടെ ചോര പിഴിഞ്ഞെടുത്ത്. എടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. നിന്നെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും. ഇതേതാ ഈ പിശാച്ച്? ഞാനാ. ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര മോശട്ടോ. നീ നോക്കി നോക്കട്ടെ. ശരിയാ, ഭയങ്കര ബോറ. അതെ മതി. അതെ, ഫ്ലാറ്റില് മാത്രല്ല ചുറ്റുവട്ടത്തും നല്ല കളറുകളാ. ഇതൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാനൊരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? ഒരു എക്സ്റ്റൻഷനും വേണ്ട. ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കി. അവള് മിക്കവാറും വീഴും കേട്ടോ. ശരിയാ, ഒരു കിളവിയാ, പെട്ടെന്ന് വീഴാൻ സാധ്യത. അതല്ല, അതിന്റെ അപ്പുറത്തുള്ള പീസ്, ചുമന്ന ജാക്കറ്റ്. എന്റെ ദൈവമേ, കോളേജ് വിട്ടു. നമുക്ക് രണ്ടാൾ കൂടിയിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയക്കോടൊന്ന് കറങ്ങിട്ട് വരാടാ. ഇതൊക്കെ ഒരു രസല്ലേ? ഞാനിതിലൊന്നിനെ പൊക്കട്ടെ. പൊക്കാൻ ഇയാൾ ആര് ക്രെയിനോ? എന്റെ വായുന്നോലും കേട്ടണ്ടല്ലോ. എന്റെ കർത്താവേ, ഇങ്ങനൊരു അപ്പനും മോനോ? ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ. എന്താ ഇത്? സോഡ. അത് മനസ്സിലായി. എന്തായി കാണിക്കണേ? ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ. ഡൈലൂട്ട്? അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ വല്ല ബ്രാൻഡിയോ വിസ്കിയോ പട്ടയോ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തൂടെ? ചീയേഴ്സ്. ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും സോഡ ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത്, സംജാ? ഒഴിക്ക്. ഒഴിക്കേ. കേട്ടോ മിസ്റ്റർ നായർ? ഞാൻ നായരല്ല, അച്ചായനാ. പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഒഴുക്കി. ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ട് ഒരു അച്ചായൻ. കഴിക്കേ. ഓ, താങ്ക് യു. ഒഴുക്കി. മോനെ, അച്ചായന്റെ സൽക്കാര നന്നായി. പക്ഷെ നമ്മുടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല. മറ്റുള്ളവരെയും കൂടി നാറ്റി ചടങ്ങുള്ളൂ അല്ലേ? നീ വലിയ മാന്യനാവണ്ട. അച്ചായനും നീ ഒരുപോലെ എനിക്ക്. എന്നെയും അയാളെ ഒരേപോലെ കണ്ടിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം. അങ്ങനെ കണ്ട എന്താ കുഴപ്പം? ഒച്ച വെക്കല്ലേ, അവിടെ ഇവിടെ ആൾക്കാരുള്ളതാ. ഇവിടെ വേറെ ആൾക്കാരെ? ഇവിടെ അല്ല, അപ്പുറത്തെ ഫ്ലാറ്റില്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗമില്ല. നിനക്കും അതുപോലെ തന്നെയല്ലേ? പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ഇല്ലാന്ന് നിനക്കറിയാലോ. പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ബാ. അയ്യേ, എന്താ ഇത്? ഞാൻ നാണം മറച്ച. നാണല്ലേ തന്ത. ആരത്? ഞാനല്ല, നീ പോയി നോക്ക്. അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിക്കണവിടെ. 10-60 വയസ്സായി, എന്നിട്ട് കൊച്ചു പിള്ളേരുമാരി നിക്കറിട്ട് നടക്കുക. നാണുണ്ടോ? പോയി മുണ്ടെടുത്ത് കൊടുക്ക്. എന്താ? പോയി മുണ്ടെടുത്ത് കൊടുക്കാൻ. എന്താണ്? നിങ്ങളുടെ മകനാ ബോർനെന്ന് ഞാൻ കരുതിയിരുന്നേ, പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർനെന്ന്. മിണ്ടരുത്. സ്റ്റോപ്പ് ഇറ്റ്. ആ ചെറ്റപ്പെണ്ണ് ഇപ്പൊ എന്താ പറഞ്ഞു പോയത്? എന്റെ ഭാര്യ കയറി ചെറ്റാന്ന് വിളിച്ചിട്ടില്ല, കടിച്ച മോന്തയുടെ ഷേപ്പ് വെച്ചു. അച്ഛനും മോനും കൂടി ഉമ്മ വെച്ച് കളിക്കുക. അമ്മമ്മ കൂടണ്ട. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാണുണ്ടോ നിനക്ക്? ആഭാസൻ. അല്ല അമ്മമ്മ, ഉമ്മ ഞാൻ അല്ല. പൊടി. ഞാനുണ്ട്. ഇതാ പറഞ്ഞത്, ഒരു നല്ല ഐഡിയയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്. ഏത് നിമിഷത്തിലാണോ ഇയാളെ പരിചയപ്പെടാൻ തോന്നിയത്? എന്റെ ഒരു മാസത്തെ കോട്ട മുഴുവൻ ഇയാൾ ഒറ്റ ഇരിപ്പിന് തീർക്കുമല്ലോ. എന്റെ കർത്താവേ, ദരിദ്രവാസി. എന്താ പിറുപിറുക്കണേ? പ്രാർത്ഥിക്കുമായിരുന്നേ.
അത് വളരെ അല്ല നല്ലതല്ല. വിസ്കി ഉണ്ട് ബ്രാൻഡി ഉണ്ട് ബിയർ ഉണ്ട് ഏതാ വേണ്ടെന്ന് വെച്ചാ ഇപ്പൊ കയ്യിലുള്ളത് ഇങ്ങോട്ട് തായോ, അത് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് വേറെ ചിന്തിക്കാൻ. ഇന്നലെ തന്റെ അടിച്ച സാധനം അത്ര ശരിയായില്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഭയങ്കര തലവേദന, 2 അടിച്ച ശരിയാവും. എന്താ ഒരു ശബ്ദം? ബോംബ്! യുർബി ബച്ച് ഗയാ സാലാ. ആ ആ ആ. ട്രൗസർ കീറിയെന്നാ തോന്നണേ. അച്ചായാ എന്താ എന്ത് പറ്റി? അനക്കമില്ലല്ലോ, ഞാൻ ആംബുലൻസ് വിളിക്കാം. വരൂ വരൂ വരൂ. ഭർത്താവേ, നീ കുഞ്ഞാടിനെ രക്ഷിക്കണമേ. മെല്ലെ എടുത്തോളൂ. പൊങ്ങട്ടെ എടുക്കുന്നേ, പൊങ്ങട്ടെ പൊങ്ങട്ടെന്നേ. അതെ, ഇത് പൊങ്ങട്ടെ. നിങ്ങൾ വിചാരിച്ച നടക്കില്ല. നല്ല കട്ടപ്പാര എടുത്തിട്ടു അച്ചല്ലേ. ശരി. അതെ, പിടിച്ചോ. ഇനി ക്രെയിൻ വേണ്ടി വരും. വേറെ ഇരുമ്പ് സ്ട്രെച്ച് കൊണ്ടുവാടാ. കൊണ്ടുവരുന്നു. നിക്ക്, ഇത് അങ്ങനൊന്നും ശരിയാവത്തില്ല. ആഹാ. അടിയിൽ വെക്ക്. അങ്ങനെ പോട്ടെ. തലക്കടി വെച്ചല്ലോ. ഇനി ഇത് നടുവിന്. ഇത് മുട്ടിനടിയിൽ. ഇനി വലിച്ചോ. തള്ളി വിട് ഐലസ, തള്ളി വിട്, തള്ളി വിട് ഐലസ, തള്ളി വിട് ഐലസ, തള്ളി വിട്, തള്ളി വിട് ഐലസ, 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 തള്ളി വിട് ഐലസ. ഈ ലോഡിന് താഴ്ത്തിക്ക് എത്തിക്കണമെങ്കിൽ വടം തന്നെ വേണം. അയ്യോ ഈശോയെ, ഇനി എന്താ ചെയ്യാ? Hello friends, I am all right. മാറ്. ഇയാളെ നീ കിടന്ന് ഡാൻസ് ചെയ്യുന്ന മാറോ? അതെ, ഗോപാലകൃഷ്ണൻ പുതിയൊരു പാചകത്തിന്റെ പരീക്ഷണത്തില്ല. ചേരുവ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. പരീക്ഷണോ? എന്ത് പരീക്ഷണം? അതെ, പിന്നെ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. ശല്യപ്പെടുത്തണ്ട, നമുക്ക് ഇവിടെ നിന്ന് വെറുതെ സംസാരിച്ച് സമയം കളയാം. സംസാരിച്ച് സമയം കളയാനോ? മാറി അങ്ങോട്ട് വായി നോക്കി. എടാ എന്റെ വീട്ടുകാരൻ നിന്റെ സമ്മതം വേണം. അങ്ങോട്ട്. ഈശോയെ, ആന്റി, അമ്മച്ചി, കൊണ്ടാട്ടോ. കർത്താവേ, അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ആരും കാണാതെ എടാ, മുത്തശ്ശി വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. കൈയെടുക്കടാ. മിണ്ടി പോരുത് വൃത്തികെട്ടവനെ. നിന്നെ പറ്റി അവള് പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. മുത്തശ്ശി, ഞാൻ പറയുന്ന
അയ്യേ ഇങ്ങനെ നോക്കരുത്. നാനുണ്ടോടാ നിനക്ക്? കുറച്ച്. ഇവിടെ ഉള്ളപ്പോഴേ നിന്റെ സ്വഭാവം ഇങ്ങനെ. അപ്പൊ അവൾ ഇല്ലാത്തപ്പോ എന്തായിരിക്കും നിന്റെ സ്ഥിതി? മുത്തശ്ശനൊന്ന് വിശ്വസിക്കൂ. രാധികെ നീങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാൻ എപ്പോഴും വെർജിനാണ്, പ്രോമിസ്. അതിനിടെ ഞാൻ പറഞ്ഞു നീ വൃത്തികെട്ടവനാണെന്ന്. പോവാ മോളെ, ഒരു നിവർജ്യം വന്നിരിക്കുന്നു. ഫു. രാധികെ കോടതിന്ന് നോട്ടീസ് അയപ്പിക്കാന്ന് പറഞ്ഞ അവള് ചില്ലറക്കാരിയല്ലല്ലോ. എങ്ങനെ അയക്കാതിരിക്കും? ആ മാതിരി പണിയല്ലേ ഇയാൾ ചെയ്തു വെച്ചിരിക്കണേ. അയ്യോ എന്റെ കർത്താവ്, എനിക്ക് അറിയായിരുന്നു ആ പെണ്ണ് അവന്റെ പഴയ കെട്ടിയോളായിരുന്നെന്ന്. അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ ഇതിൽ നീ തോറ്റു കൊടുക്കരുത്. അങ്ങനെ തുമ്മിയാ തെറിക്കണ മൂക്കണെ അങ്ങോട്ട് നീട്ടി തുമ്മി കൊടുക്കടാ. പോട്ടെ. എന്നിട്ട് വേണം നല്ല മണി പോലത്തെ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് നിനക്ക് കെട്ടിച്ചേരാൻ. വേണ്ട വേണ്ട, എനിക്കൊന്നും. എന്റെ ജീവിതത്തിൽ വിധിച്ചിട്ടുള്ളതല്ല ഈ കല്യാണവും കുടുംബജീവിതമൊക്കെ. മോനെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. മറ്റാരേക്കാൾ നിങ്ങൾ കരുതും പോലെ ഞാൻ ഇവന്റെ അച്ഛനല്ല. പക്ഷേ എനിക്ക് ഇവൻ മകനേക്കാൾ വലുതാ. അമ്മാവന്റെ വീട്ടിൽ അഭയാർത്ഥിയായി കഴിയുന്ന കാലം മുതലേ എനിക്കിവനറിയാം. നിന്റെ മനസ്സ് വിഷമിക്കാൻ ഞാൻ സമ്മതിക്കില്ല മോനെ. നീ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ ഇന്ന് പോയി ജോലിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇവന്റെ പണി പോവും. ഇത്രയും നാള് കാണാതായപ്പോ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. പക്ഷെ ഞാൻ ഉടനെ തിരിച്ചു വരും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ എന്റെ കൂടെ. അതിനു മുമ്പ് നീ കോടതി പോണം. എന്നിട്ട് അവിടെ പറയണം തന്നിഷ്ടക്കാരിയായ ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം വിവാഹമോചനമാണെന്ന്. നീ കോടതി പോയില്ലെങ്കിൽ അവള് കരുതും ജയിച്ചത് അവളാണെന്ന്. അതുപോലെ അച്ചായനൊരു ഉപകാരം ചെയ്യണം. ഇവന്റെ ആദ്യ ഭാര്യയെ കണ്ടുപിടിച്ച് അവളോട് പറയണം ഇനിയെങ്കിലും ഇവനെ ഉപദ്രവിക്കരുതെന്ന്. ഡ്രൈവർ കാഞ്ഞെന്നാ തോന്നേ. വേണ്ട. കോടതിയിലേക്ക് പുറപ്പെട്ടതാ. പക്ഷെ എത്തിച്ചേർന്നത് ഇവിടെയാ. രാധികയുടെ ഒരു ഇഷ്ടത്തിനും ഞാനെതിരല്ല. നമുക്ക് പിരിയാം. മോളെ, വേണ്ടമ്മേ, കരയട്ടെ. അവിടെ കണ്ണീര് കൊണ്ട് ഈ കാല് കഴുകിട്ടെങ്കിലും പാപം മുഴുവൻ തീരട്ടെ. സാർ, എന്റെ മോക്ക് ഒരാളെ ഇഷ്ടായി. ഇഷ്ടക്കേട് തോന്നിയപ്പോ പിരിയാനും തീരുമാനിച്ചു. ഇപ്പോ എന്റെ മോക്ക് വേണ്ടി ഞാനൊരാളെ കണ്ടു. ഇതിനും ഇവരൊക്കെ തന്നെയാണ് സാക്ഷികൾ. മോളെ,